Oppo Reno 10 Pro Plus glossy purple ആണ് പേരിരിക്കുന്നത്. Reno 10 Proയും Reno 10 Pro Plusഉം വലിയ ഡിഫറൻസ് ഇല്ല എനിക്ക് ക്യാമറ. ബിക്കോസ് 50MP മെയിൻ ക്യാമറ സോണി IMX890 ഇപ്പൊ എല്ലാ 35K മുതൽ ഈവൻ 25K OnePlus Nord C3, 35K IQ Neo 7 Pro all the way up to OnePlus 11 വരെ ആ ഒരു ക്യാമറ സെൻസർ യൂസ് ചെയ്യുന്നു. സോ ദാറ്റ്സ് വൈസ് ദ മെയിൻ ക്യാമറ സെൻസർ ഈസ് ഫൈൻ. Oppo Reno 10 Pro ഞാൻ ഡെഡിക്കേറ്റഡ് വീഡിയോ ചെയ്തിട്ട് അതിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. സോ ഞാൻ Reno 10 Pro ചെയ്തപ്പോൾ പറഞ്ഞൊരു കാര്യമാണ്, അതിന്റെ പോർട്രേറ്റ് ഫോട്ടോ അടിപൊളിയായിരുന്നു. അതിനകത്ത് വന്ന് 32MB ഒരു ടെലിഫോട്ടോ ക്യാമറ ആയിരുന്നു. സോ 2x ആയിരുന്നു അതിന്റെ ഒപ്റ്റിക്കൽ സൂം. പക്ഷെ ഇതിനകത്ത് തന്നെ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുവന്ന് 64MB ഒരു പെരിസ്കോപ്പ് ടെലിഫോട്ടോ ക്യാമറ നമുക്ക് ഇതിനകത്ത് വന്നിരിക്കുന്നത്. 1x 3x എടുക്കാം. ആൻഡ് 1x and 3x പോർട്രേറ്റ്സ് ചുമ്മാ തീയാണ് പോർട്രേറ്റ്സ്. കാരണം അമ്മാരി ഔട്ടാണ് എനിക്ക് 1x 3x കിട്ടിയില്ല. ഞാൻ നോർമൽ ഡേ ലൈറ്റ് എടുത്ത ഫോട്ടോസ് ഒക്കെ ചുമ്മാ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. സോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട കാര്യമാണ്. നെക്സ്റ്റ് നമ്മുടെ അൾട്രാവൈഡ് 8MB 2 സെയിം തന്നെയാണ്. 10ലും 10 Proയിലും നമ്മുടെ 10 Pro Plusലും സെയിം തന്നെയാണ്. 32MB ഫ്രണ്ട് സെൽഫി ക്യാമറയാണ് വരുന്നത്. സോ നമുക്ക് ഇതിന്റെ ക്യാമറ സാമ്പിൾസ് ജസ്റ്റ് ഫസ്റ്റ് നോക്കാം. സോ ഗൈസ്, നെക്സ്റ്റ് നമ്മുടെ ക്യാമറ സാമ്പിൾസ് ആണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ അൾട്രാവൈഡ് ഷോട്ട് ഉണ്ട്. ഇത് അത്യാവശ്യം നല്ല രീതിയിൽ ഡീറ്റെയിലിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്, നോക്കിയാൽ തന്നെ അറിയാണ്ടോ. ഓക്കെ, സോ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല, 8MB ഉള്ളൂ. ആൻഡ് ദെൻ നെക്സ്റ്റ് ഒരു ഷോട്ട് ഇച്ചിരി സ്ട്രഗിളിങ് സിറ്റുവേഷൻ ആണ്. യൂഷ്വലി ഈ ഒരു ഷോട്ടിന് ഇവിടെയൊക്കെ നല്ല ഡാർക്കനായിട്ട് വരേണ്ടതാണ്, പക്ഷെ ഇത് അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട് ഈ ഷോട്ട്. ഈ ഒരു ഷോട്ട് ആക്ച്വലി DSLR ക്വാളിറ്റി എന്ന് ഞാൻ പറയും. കാരണം ഇതിന്റെ ജസ്റ്റ് ആ ഫ്ലവർ നോക്കി അമ്മാരി ക്വാളിറ്റിയാണ്. ദാറ്റ് മീൻസ് എനിക്ക് അത്രയ്ക്ക് ക്യാമറ അത്ര കിട്ടുന്ന അറിയില്ല, അമ്മാരി ക്വാളിറ്റി. എസ്പെഷ്യലി ആ കളർ സാച്ചുറേഷനും വൈബ്രൻസ് നമ്മളൊന്ന് എഡിറ്റ് ചെയ്തിട്ട് നമ്മൾ ഫോട്ടോ ഇടില്ല, അത്രയ്ക്ക് ക്വാളിറ്റി ആയിട്ടാണ് നമുക്ക് കിട്ടിയത്. Reno 10 Pro Plus ഇത് പോർട്രേറ്റിൽ എടുത്ത ഷോട്ടാണ് കേട്ടോ, പക്ക. നെക്സ്റ്റ് അടുത്ത ഷോട്ട് സെയിം തന്നെ, അതേ ക്വാളിറ്റി അതേ രീതിയിൽ കിട്ടിലോസ്കി ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ആ ഒരു ഡീറ്റെയിലിംഗ് ക്രിസ്പിനെസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്, ആ ഒരു നല്ല ക്വാളിറ്റി. ആൻഡ് ദെൻ ഇത് 1x എടുത്ത ഷോട്ട്. 1x ചെറിയ ഏരിയാസ് ഒക്കെ ഉണ്ടോ, ഈ ഒരു ഡെപ്തിന്റെ ഒരു എഫക്റ്റ് അത്ര ശരിയായിട്ടില്ല, കാരണം ചെറിയ രീതിയിൽ ഇഷ്യൂസ് വന്നിട്ടുണ്ട് 1x ലൈറ്റ് ഇഷ്യൂസ്. ദെൻ അടുത്തൊരു ഷോട്ട് കണ്ടോ, ഈ ഒരു ഡീറ്റെയിലിംഗ് നോക്കിയാണ്ടോ, എല്ലാം പക്ക. നെക്സ്റ്റ് നമ്മുടെ ഹ്യൂമൻ സബ്ജക്ട്സ് ആണ് കേട്ടോ, അത് അടിപൊളി പക്കയായിട്ട് എടുത്തിട്ടുണ്ട്. 1x എടുത്ത ഷോട്ട്സും അടിപൊളി, 3x കണ്ടോ രണ്ടും അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഫേസിലേക്ക് ഡീറ്റെയിലിംഗ് കാര്യങ്ങളൊക്കെ പക്ക, കളർ ടോൺസ് എല്ലാം അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ആൻഡ് അനദർ വൺ ഒരു ക്ലോസപ്പ് ഉണ്ടോ. നെക്സ്റ്റ് നമ്മുടെ ഒരു 30x ഷോട്ടാണ് കേട്ടോ. ജസ്റ്റ് ഉണ്ടോ, അത്യാവശ്യം കുഴപ്പമില്ല. പക്ഷെ ഇത് നേരെ 60x വന്നപ്പോൾ അതേ ഒന്നും കാണാൻ പറ്റില്ല, ചെറിയ രീതിയിൽ ഓയിൽ എഫക്റ്റ് ഒക്കെ വന്നിട്ട് നമുക്ക് ഓൾമോസ്റ്റ് ഡിസ്റ്റോർഡ് ആണ്. ആൻഡ് കണ്ടോ 120x ഒന്നുമില്ല. സോ നെക്സ്റ്റ് ഞാൻ ഒരു ഷോട്ട് കാണിച്ചു തരാം. ഇത് നമ്മുടെ 30x അത്യാവശ്യം കുഴപ്പമില്ല. 60x കണ്ടോ ഓൾമോസ്റ്റ് ഷോ ആയി തുടങ്ങി. ആൻഡ് ഇതാണ് 120x. നെക്സ്റ്റ് നമ്മുടെ സെൽഫി ക്യാമറ ആണ്. ആൻഡ് അതിൻ്റെ ഒരു ഡീറ്റെയിലിംഗ് ഉണ്ടല്ലോ നെക്സ്റ്റ് ലെവൽ ഞാൻ പറയാം കണ്ടോ, നല്ല ക്രിസ്പ് ആൻഡ് ക്ലിയർ ഡീറ്റെയിലിംഗ് ആണ്. നമ്മുടെ കണ്ടോ സെൽഫീസ് എല്ലാം വന്നിരിക്കണം, നോക്കിയാൽ അറിയാം. പക്ക മുടിയായാലും ഷർട്ടായാലും എല്ലാം നല്ല പക്കയായിട്ട് ഇരിയുണ്ട്. വീഡിയോ സ്റ്റെബിലൈസേഷൻ ഓൺ ആക്കിയിട്ട് ഞാൻ നടക്കാം കേട്ടോ. ഓക്കെ, ഇപ്പോൾ 0.8x മുതൽ തേയുമ്പോൾ സൂം ചെയ്യാം ഉണ്ടോ, അപ് ടു 2x വരെ സൂമിംഗ് ഓപ്ഷൻ ഉണ്ട്. ഡുവൽ വ്യൂ ദാറ്റ് മീൻസ് ഫ്രണ്ട് ആൻഡ് ബാക്ക് അറ്റ് ദ സെയിം ടൈം റെക്കോർഡ് ചെയ്യാൻ പറ്റും. മാത്രമേ നമുക്ക് വേണമെങ്കിൽ 1x എടുക്കാം, അല്ലെങ്കിൽ 3x എടുക്കാം, അല്ലെങ്കിൽ 6x എടുക്കാം. ആൻഡ് ഓൾ ദ അപ് ടു 10x വരെ എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. നെക്സ്റ്റ് നമ്മുടെ ബിൽഡ് ആൻഡ് ഡിസൈൻ നോക്കുകയാണെങ്കിൽ ഡിസൈൻ ബ്യൂട്ടിഫുൾ ലുക്കിംഗ് ആയിട്ടുള്ള ഒരു ഫോണാണ് നമ്മുടെ Oppo Reno 10 Pro Plus. എസ്പെഷ്യലി ദിസ് കളർ ഗ്ലോസി പറഞ്ഞ അടിപൊളി ലുക്കിംഗ്. എസ്പെഷ്യലി ആ സൈഡ്സ്, ആ ഇൻഹാൻഡ് ഫീൽ ആണ്, ആ കർവ് ആയ കാരണം നല്ല ഇൻഹാൻഡ് ഫീൽ ആണ്. അങ്ങനെ സ്മൂത്ത്
പക്കാ സ്മൂത്ത് ഇങ്ങനെ ഒഴുകണ രീതിയിലുള്ള ഡിസൈനാണ് നമ്മുടെ റെനോ 10 പ്രോ. അതൊക്കെ ഓക്കെ. പക്ഷെ ഇത് 55,000 രൂപയുടെ ഒരു ഫോണാണ്. സോ ഇതിനകത്ത് ഈ സ്റ്റീൽ വന്നിരിക്കുന്ന ഒരു പ്ലാസ്റ്റിക് ഫ്രെയിമാണ് ഈ 55,000 രൂപയുടെ ഫോണിൽ വന്നിരിക്കുന്നത്. സോ ഒബ്വിയസ്ലി എൻ്റെ ഒരു ഇത് വെച്ചിട്ട് ഒരു അലൂമിനിയം ഫ്രെയിം ദേ ഷുഡ് ഗീവ് ദാറ്റ്. ആൻഡ് ദ നെക്സ്റ്റ് തിങ് ഈസ് 55K സെഗ്മെന്റിനകത്ത് ഒബ്വിയസ്ലി കോണിംഗ് ഗോറില്ല ഗ്ലാസിന്റെ പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ടായിരുന്നു. ബട്ട് ദേ ആർ സ്റ്റിൽ ഗിവിംഗ് ഡ്രാഗൺ ടെയിൽ. നെക്സ്റ്റ് നമ്മുടെ ഡിസ്പ്ലേസ് 6.74 ഇഞ്ചിന്റെ ഒരു ബ്യൂട്ടിഫുൾ കേർവ് ഡിസ്പ്ലേ ആണ് നമുക്ക് നമ്മുടെ ഒപ്പോ റെനോ 10 പ്രോ പ്ലസിന് വരുന്നത്. ആൻഡ് 1400 നിറ്റ്സ് ഓഫ് പീക്ക് ബ്രൈറ്റ്നസ് നമുക്ക് വരുന്നുണ്ട്. ആൻഡ് ഇഫ് യു കമ്പയർ വിത്ത് ഒപ്പോ റെനോ 10 പ്രോ 950 നിറ്റ്സ് ഒക്കെ വരുന്നുള്ളൂ. സോ ബ്രൈറ്റ്നസിന്റെ കാര്യത്തിൽ ഇവിടെ ഇംപ്രൂവ്മെന്റ് ഉണ്ട്. ആൻഡ് നെക്സ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ സെറ്റിംഗ്സ് ആണ്, ഡിസ്പ്ലേ സെറ്റിംഗ്സ് എസ്പെഷ്യലി നമ്മുടെ അൾട്രാ വിഷൻ എഞ്ചിന്റെ ഒരു 3 എൻഹാൻസ്മെന്റ് വന്നിട്ടുണ്ട്. ദാറ്റ് മീൻസ് ഇമേജ് ഷാർപ്പനർ, വീഡിയോ കളർ എൻഹാൻസർ, അതുപോലെ തന്നെ നമ്മുടെ ബ്രൈറ്റ് HDR വീഡിയോ, അങ്ങനെ 3 എൻഹാൻസ്മെന്റ് ഓപ്ഷൻസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ആൻഡ് ദ നെക്സ്റ്റ് തിങ് ഈസ് ഇതൊരു പ്രോപ്പർ ഫുൾ HD ഡിസ്പ്ലേ അല്ല, ഒരു ഫുൾ HD പ്ലസിന്റെയും ക്വാഡ് HD ഇടയ്ക്ക് നിൽക്കുന്ന ഡിസ്പ്ലേ ആണ്. ആൻഡ് നല്ല രീതിയിൽ PPI ഉണ്ട്. സോ നമുക്കൊരു വീഡിയോ കമ്പയർ ചെയ്തിട്ട് ഇതിന്റെ റെസൊല്യൂഷനും PPI ഒക്കെ എങ്ങനെയുണ്ട് നോക്കാം. സോ ഗൈസ്, ഇതാണ് നമ്മുടെ IQ Neo 7 Pro വേഴ്സസ് നമ്മുടെ Oppo Reno 10 Pro Plus. സോ നമ്മൾ Oppo Reno 10 Pro Plus 1240277 പിക്സൽസ് വരുന്നുണ്ട്. ആൻഡ് 451 ppi. നിങ്ങൾ നോക്കിയാൽ കളർ സാച്ചുറേഷൻ ഉണ്ട്, കുറച്ചും വൈബ്രന്റ് ആയിട്ട് നിൽക്കണം. ആൻഡ് കുറച്ചും കൂടെ ഒരു കോൺട്രാസ്റ്റ് ആയിട്ട് നിൽക്കണം നമ്മുടെ Oppo Reno 10 Pro Plus ആണ് IQ Neo 7 Pro-നേക്കാളും. എല്ലാ സിനാരിയോസിലുള്ള ചില സിനാരിയോസിൽ മാത്രമാണ് ആ ഒരു ഡിഫറൻസ് കിട്ടുന്നത്. ആൻഡ് രണ്ടിന്റെയും മാക്സിമം ബ്രൈറ്റ്നസ് കിട്ടിയേക്കണം. ആൻഡ് കണ്ടോ, ഈ ഒരു ഏരിയാസ് കണ്ട് കുറച്ചും കൂടെ ഒരു കളർ സാച്ചുറേഷൻ കൂടുതലുണ്ട് നമ്മുടെ Oppo Reno 10 Pro Plus-ന്. ആൻഡ് ഇഫ് യു ലുക്ക് അറ്റ് Oppo Reno 10 Pro ആയാലും നമ്മുടെ IQ Neo 7 Pro ആയാലും എല്ലാം ഒരു ഫുൾ HD ഡിസ്പ്ലേ ആണ്. ദാറ്റ് മീൻസ് 1080x2412 പിക്സൽസും ഏകദേശം 394 ppi ആണ് ഇവർക്ക് ഏകദേശം വരിക. ബ്യൂട്ടിഫുൾ കേർവ് ഡിസ്പ്ലേസിന്റെ ഒരു അഡ്വാൻറ്റേജും ഉണ്ട് നമ്മുടെ Oppo Reno 10 Pro Plus-ന്. ഇനി നമുക്ക് ഓഡിയോ എക്സ്പീരിയൻസ് നോക്കിയാലോ. സോ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ് നമ്മുടെ Oppo Reno 10 Pro Plus തന്നെ. സ്റ്റാർട്ടിംഗ് ഓഫ് ഓഡിയോ എക്സ്പീരിയൻസ് വെച്ചാൽ വൗ ഫാക്ടർ ഒന്നും ഉണ്ടായില്ല. ഈ ഒരു സെഗ്മെന്റിൽ എങ്ങനെ ജസ്റ്റിഫൈ ചെയ്യാമോ ഓഡിയോ അങ്ങനെ തന്നെ ഉണ്ടായിട്ടുണ്ട്. ആൻഡ് എസ്പെഷ്യലി എടുത്തു പറഞ്ഞൊരു പേഴ്സൺ ഇതിന്റെ ബേസ് ടോൺസ് അല്ല, നല്ല കിഡിലനായിട്ട് ബേസ് ബീറ്റ്സ് ഒക്കെ നന്നായിട്ട് കിട്ടുന്നുണ്ട്. ആൻഡ് എനിക്ക് ഇംപ്രൂവ്മെന്റ്, ചെറുതായിട്ടൊരു ഇംപ്രൂവ്മെന്റ് വേണമെന്ന് തോന്നിയിട്ട് കാര്യം ലൗഡ്നെസ് കുറച്ചും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ അടിപൊളിയാണ്. ആൻഡ് സ്റ്റീരിയോ എഫക്ട് എവറിത്തിങ് വാസ് നൈസ്. സ്നാപ്ഡ്രാഗൺ 8+ Gen 1 വേഴ്സസ് നമ്മുടെ Oppo Reno 10 Proക്ക് സ്നാപ്ഡ്രാഗണിന്റെ 778G ആയിരുന്നു. സോ നല്ലൊരു ബിഗ് ഇംപ്രൂവ്മെന്റ് അവിടെ വന്നിട്ടുണ്ട്. ആൻഡ് യു ക്യാൻ സീ ദ അൺഡു സ്കോഴ്സ് 13 lakh അറൌണ്ട് നമുക്ക് അൺഡു സ്കോഴ്സ് വന്നിട്ടുണ്ട്. സോ വിച്ച് ഇസ് എ റിയലി ഗുഡ് തിങ്. സോ ഗെയിമേഴ്സ് ഒക്കെ ആണെങ്കിൽ പ്യൂർലി ദേ ക്യാൻ ഡയറക്ട്ലി ഗോ വിത്ത് ആ ഒരു ഒറ്റ മൈൻഡ്. UFS 3.1 ആണ് നമ്മുടെ Oppo Reno 10 Pro Plus വന്നത്. ആൻഡ് Oppo Reno 10 Proക്കകത്ത് UFS 2.2 ആയിരുന്നു. ആൻഡ് നെക്സ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്തൊരു വേപ്പർ ചേംബർ ലിക്വിഡ് കൂളിംഗ് സിസ്റ്റം വന്നിട്ടുണ്ട്. സോ ദാറ്റ് മീൻസ് നമ്മൾ ഗെയിമിങ്ങിന്റെ സമയത്ത് പോലും ആ ഒരു ഹീറ്റിംഗ് ഉണ്ടാവാണ്ടിരിക്കാൻ വേണ്ടി അതും ഉണ്ട്. സോ നമുക്ക് ജസ്റ്റ് ക്വിക്ക് ആയിട്ടൊരു ഗ്ലിംസ് പോലെ നമുക്ക് കോൾ ഓഫ് ഡ്യൂട്ടിയും നമ്മുടെ കോൾ ഓഫ് ഡ്യൂട്ടി. സോ ഫസ്റ്റ് ഓഫ് ഓൾ ജസ്റ്റ് സെറ്റിംഗ്സ് ആൻഡ് ഓഡിയോ ആൻഡ് ഗ്രാഫിക്സ്. നമുക്കിവിടെ ഗ്രാഫിക് ക്വാളിറ്റി വെരി ഹൈയും അതുപോലെ ഫ്രെയിം റേറ്റ് മാക്സ് ആണ്. ഇനി ഫ്രെയിം റേറ്റ് അൾട്രാ ഇടുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഗ്രാഫിക് ക്വാളിറ്റി ഉണ്ട് ലോയിലായിട്ടായി പോയി. സോ നമുക്ക് മാക്സിമം ഫ്രെയിം റേറ്റ് കളിക്കാം. സോ പ്ലേ ഓക്കെ. നമുക്കിത് ഇവിടെ ഒരു ഇതാണ് നമുക്ക് മാക്സിമം സെറ്റിംഗ്സ് വേണ്ടി ചെയ്യണത്. സോ നമുക്ക് ഇവിടെ ഉണ്ടോ ലോ പവർ മോഡ് ഉണ്ട്, ബാലൻസ് മോഡ് ഉണ്ട്, പ്രോ ഗെയിമർ മോഡ് വേണം ഇടാൻ. ഓക്കെ. ആൻഡ് അപ്പാർട്ട് ഫ്രം നമുക്ക് ഇവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ചാമ്പ്യൻഷിപ്പ് മോഡ്, കോൾ ബ്ലോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ, സ്ക്രീൻഷോട്ട് എടുക്കാൻ, സ്ക്രീൻ റെക്കോർഡ് ചെയ്യാൻ, നെറ്റ്വർക്ക് ഒപ്റ്റിമൈസേഷൻ ഓപ്ഷൻ, പിന്നെ അതുപോലെ ടച്ച് ഒപ്റ്റിമൈസേഷൻ ഓപ്ഷൻ ഉണ്ടാവും. ടച്ച് ഒപ്റ്റിമൈസേഷൻ കുറേ ഓപ്ഷൻ ഉണ്ട്. സെൻസിറ്റിവിറ്റി കൂട്ടാൻ കുറയ്ക്കാനുള്ള ഓപ്ഷൻ. ആൻഡ് ദെൻ ഫ്യൂ മോർ. പിന്നെ GPU കുറച്ച് ഹൈ എൻഡ് സെറ്റിംഗ്സിന്റെ ഒക്കെ കുറച്ച് ഓപ്ഷൻസ് അവൈലബിൾ ആയിട്ടുണ്ട്. സ്വിച്ച് പെർഫോമൻസ് ആൾക്കാർക്ക് വേണ്ടി. ആൻഡ് ദെൻ അപ്പാർട്ട് ഫ്രം ദാറ്റ് നമുക്ക് സിസ്റ്റം സ്റ്റാറ്റസ്, എത്ര FPS-ലാണ് ഇപ്പോൾ കറന്റ് ഗെയിം ഓർഡർ, എത്ര GPU ലോഡാണ്, അതൊക്കെ നമുക്ക് അറിയാനുള്ള ഓപ്ഷൻ. സോ ഗൈസ് യു കൻ സി. ആൻഡ് ടോപ്പിൽ കണ്ടോ 90, 81, 86 FPS കാണിക്കുന്നുണ്ട്. 90 FPS ഇപ്പോൾ കാണിക്കേണ്ട കറണ്ട് 89. ലെറ്റ്സ് സി. നല്ല സ്മൂത്ത് ആണ്. 91 തന്നെ സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്നുണ്ട്.
നമ്മുടെ ഫിംഗർ പ്രിന്റ് സ്കാനർ ആൻഡ് ഫേസ് റെക്കഗ്നിഷൻ ചെക്ക് ചെയ്യാം. സോ ഫസ്റ്റ് തന്നെ ഫോൺ ലോക്ക്ഡ് ആണ്, ഉണ്ടോ അൺലോക്ക്. വൺസ് അഗൈൻ ഞാൻ ലോക്ക്ഡ് ആണ്, അൺലോക്ക്. സോ സൂപ്പർ ഫാസ്റ്റ് ആണ്. അലോങ് വിത്ത് നമ്മുടെ ഫിംഗർ പ്രിന്റ് സ്കാനർ ജസ്റ്റ് ടച്ച് റാപ്പിഡ് ടച്ച് ചെയ്യണേ, ഉണ്ടോ സീംലെസ്. വൺസ് അഗൈൻ ഇൻ 3 2 1 ഗോ, ഉണ്ടോ പെർഫെക്റ്റ് ആണ്. ഫിംഗർ പ്രിന്റ് സ്കാനർ ആൻഡ് ഫേസ് റെക്കഗ്നിഷൻ പക്ക. നെക്സ്റ്റ് നമ്മൾ യു ഐ കളർവൈസ് 13.1 ബേസ്ഡ് ഓൺ ആൻഡ്രോയിഡ് 13 ആണ് നമുക്കുള്ളത്. ആൻഡ് ഈ ഒരു 55K പ്രൈസ് ഉള്ള ഈ ഫോണിലും ബ്ലോട്ട്വെയർസ് ഉണ്ട്. ഐ വുഡ് സേ യു ക്യാൻ സി നമ്മുടെ മേളിൽ തന്നെ സ്നാപ്ചാറ്റ് ഷെയർ ചാറ്റ് കിടപ്പുണ്ട്. ആൻഡ് ദെൻ യു ക്യാൻ സി ജോഷ് മോജ് ഇങ്ങനെ ബ്ലോട്ട്വെയർസ് ഉണ്ട്. ആൻഡ് ദെൻ ദ വേഴ്സ്റ്റ് പാർട്ട് ഈസ് ഹോട്ട് ആപ്സ് ഹോട്ട് ഗെയിംസ് ഉണ്ട്, ഇങ്ങനെ സെക്ഷൻ ഉണ്ട്. ആൻഡ് അതിന്റെ അനോയിങ് പാർട്ട് നിങ്ങൾ നോക്കി, നോട്ടിഫിക്കേഷൻസ് ഇങ്ങനെ വന്ന് കിടക്കും. ഇന്ന ഗെയിം ഡൗൺലോഡ് ഇങ്ങനെ ചറപ്പറാന്ന് പറയുന്നുണ്ട്. പക്ഷെ നമുക്ക് ജസ്റ്റ് പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്തിട്ട് ടേൺ ഓഫ് നോട്ടിഫിക്കേഷൻസ് ഓപ്ഷൻ ഉണ്ടോ, അവിടെ ടേൺ ഓഫ് നോട്ടിഫിക്കേഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ലാതെ ടേൺ ഓഫ് നോട്ടിഫിക്കേഷൻസ് ഡൺ ഉണ്ടോ, അത് പോയി സംഭവം തീർന്നു. അങ്ങനെ ജസ്റ്റ് ചെയ്താൽ. പക്ഷേ യുഐയുടെ 2 കോൺസ് ഒന്നുമില്ല, ബ്ലോട്ട്വെയർസ് പുഷ് നോട്ടിഫിക്കേഷൻസ് ഇങ്ങനെ വന്നാൽ അത് അങ്ങ് ഡിസേബിൾ ചെയ്ത് അൺഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു കിട്ടിലോസ്കി ഫീച്ചർ റിച്ച് ആയിട്ടുള്ള യുഐ. ദാറ്റ് മീൻസ് ഇഷ്ടംപോലെ ഫീച്ചർ ഉണ്ട് നമുക്ക് ടോഗിൾ ചെയ്യാനും സെറ്റിംഗ്സ് ഒക്കെ. മറ്റേ ഞാൻ ഇതിന്റെ ഡെഡിക്കേറ്റഡ് ആയിട്ട് 10 Pro Plus ടിപ്സ് ട്രിക്സ് ആൻഡ് ഹെഡ് ഫീച്ചേഴ്സും ഡെഡിക്കേറ്റഡ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ജസ്റ്റ് താഴെ കൊടുക്കാം. സോ യു ക്യാൻ ചെക്ക് ഇറ്റ് ഔട്ട്. ആൻഡ് ഇഷ്ടംപോലെ ഫീച്ചേഴ്സ്, എസ്പെഷ്യലി ക്യാമറ യുഐക്കകത്ത്, നോർമൽ സെറ്റിംഗ്. സോ ഫീച്ചർ റിച്ച് ആയിട്ടുള്ള യുഐ ആണ്. ആൻഡ് നെക്സ്റ്റ് തിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് 12GB 256GB ആണെങ്കിലും നമുക്ക് എക്സ്പാൻഡ് ചെയ്തിട്ട് നമുക്ക് മാക്സിമം 12+12 24GB റാം ആക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് റാം എക്സ്റ്റൻഷൻ എന്നുള്ള ഫീച്ചർ ഉപയോഗിച്ചിട്ട് ഡീഫോൾട്ട് ആയിട്ട് നമുക്ക് ഗൂഗിൾ ലെറ്റർ ആണ്. ദാറ്റ് മീൻസ് നമ്മൾ എപ്പോഴൊക്കെ കോൾ റെക്കോർഡ് ചെയ്യാൻ ട്രൈ ചെയ്താലും ദിസ് കോൾ ഈസ് നൗ ബീങ് റെക്കോർഡ് 2 പാർട്ടീസ് കേൾക്കാൻ പറ്റും. പക്ഷേ നമ്മുടെ Oppo Reno 10 Pro Plus ഒരു ഇഷ്യൂ ഇല്ല. കാരണം പ്ലേ സ്റ്റോറിൽ നിന്ന് ഡയൽ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു അനൗൺസ്മെന്റ് ഇല്ലാതെ തന്നെ എല്ലാ കോൾസും നമുക്ക് ഓട്ടോമാറ്റിക്കലി റെക്കോർഡ് ചെയ്യാൻ പറ്റും. സോ അങ്ങനെ ഒരു പ്രശ്നം ഇല്ല നമ്മുടെ Oppo Reno 10 സീരീസ്. നമ്മുടെ ബാറ്ററി ആൻഡ് ചാർജിങ് നോക്കിയാലോ, 4700 mAh ബാറ്ററിയും 100 വാട്ട് അഡാപ്റ്റർ ആണ് നമ്മുടെ Oppo Reno 10 Pro Plusന് വേണ്ടി. ആൻഡ് Oppo Reno 10 Pro ഒക്കെ ആയിരുന്നെങ്കിൽ 4600 mAh 80 വാട്ട് അഡാപ്റ്റർ ആണ്. സോ വലിയ ഡിഫറൻസ് ഇല്ല, ലൈറ്റ് ഡിഫറൻസസ് ഓൺലി. So guys, that's it for today. Signing off, it's phone man.